ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ നമ്മളിന്ന് എറണാകുളം തൊട്ട് ട്രിവാൻഡ്രം വരെ ഒരു ട്രെയിൻ യാത്ര പോവുകയാണ്. സോ നമ്മൾ ഇന്ന് ബ്ലാക്ക് ഷർട്ടും ബ്ലാക്ക് ഫോമൽ പാൻറ്റും കൂടിയാണ് ഇട്ടേക്കുന്നത്. മമ്മിയാണ് കേട്ടോ കൂടെ വന്നേക്കുന്നത്. നമ്മൾ ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഒരു 25 മിനിറ്റ്സ് ഡിലേ ഉണ്ടായിരുന്നു. ആൻഡ് യെസ് നമ്മൾ റെയിൽവേയുടെ റെയിൽ വൺ ആപ്പൊക്കെ നോക്കിക്കൊണ്ടാണ് നിൽക്കുന്നത്. യെസ് വരാനായിന്ന് മനസ്സിലായി ഗൈസ്. അങ്ങനെ നമ്മുടെ ട്രെയിൻ വരുന്ന ടൈമായി. പ്ലാറ്റ്ഫോം 1 നിന്നാണ് നമ്മൾ കയറിയത് എറണാകുളത്തുനിന്ന്. ആൻഡ് യെസ് നമ്മുടെ ട്രെയിൻ വന്നിരിക്കുകയാണ്. നമ്മൾ നമ്മുടെ സീറ്റിൽ കയറി ട്രെയിൻ എടുത്ത് മമ്മിക്കൊക്കെ ടാറ്റ കൊടുത്ത് നമ്മൾ സീറ്റിലിരിക്കുകയാണ്. എൻ്റെ അടുത്തൊന്നും ആൾക്കാർ അത്ര ഇല്ലായിരുന്നു. സോ അതുകൊണ്ട് തന്നെ നമുക്ക് കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ പറ്റി. ഫസ്റ്റ് ട്രെയിൻ സോളോ തന്നെ അത്യാവശ്യം നീണ്ട ഒരു ട്രാവലിംഗ് ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു മുടിയൊന്ന് കെട്ടി ഒന്ന് കംഫർട്ടബിളായിട്ട് ഇരിക്കുകയാണ്. നമ്മൾ ഇപ്രാവശ്യത്തെ ട്രെയിൻ യാത്ര കുറേ 4.5 മണിക്കൂർ 5 മണിക്കൂറോളം ഉണ്ടായിരുന്നെങ്കിലും നമ്മൾ അത്ര ഒന്നും അറിഞ്ഞില്ല കേട്ടോ. കാരണം അത്യാവശ്യം നമ്മൾ ആദ്യം പാട്ടൊക്കെ കേട്ടിരുന്നു. എന്നിട്ട് വേർഡ് സെർച്ചാണ് നമ്മൾ കളിച്ചു തുടങ്ങിയത്. കാരണം എങ്ങനെ എനിക്ക് തോന്നി ഏറ്റവും കൂടുതൽ സമയം ഇങ്ങനെ പോയത് ഞാൻ അറിയാതെ പോയതും ചിലപ്പോൾ വേർഡ് സെർച്ച് ആയിരിക്കും. അപ്പോൾ കുറച്ച് പാട്ടൊക്കെ കേട്ടിരുന്നു. നമ്മൾ കുറച്ച് നല്ല ഡിവോഷണൽ സോങ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ അതിൻ്റെ പ്ലേലിസ്റ്റ് ഇട്ടേക്കുമായിരുന്നു. ഇത്രയും വേർഡ്സ് കണ്ടുപിടിച്ചു. എന്നിട്ട് ഞാൻ ചെയ്തത് നമ്മൾ കുറച്ച് നേരം പ്രാർത്ഥിച്ച് ഒരു ഡയറി എഴുതി. എനിക്കപ്പം ദൈവം മനസ്സിൽ തോന്നിപ്പിച്ച് കുറച്ച് കാര്യങ്ങൾ എഴുതി. പിന്നെ നമ്മൾ ഇപ്പം ന്യൂസ് പേപ്പറൊക്കെ എടുത്ത് വിരിക്കുവാണ്. സത്യം എന്താണെന്ന് വെച്ചാൽ കുറേ നേരം വായിച്ചു. വേർഡ് സെർച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. സോ അങ്ങനെ നമ്മൾ കുറച്ച് നേരം ഏകദേശം ഒരു 40 മിനിറ്റ് നാപ്പ് എടുത്തു. എന്നിട്ട് പിന്നെ എഴുന്നേറ്റു. അപ്പോഴാണ് ഞാൻ ഈ ഒരു ബുക്ക്, എൻ്റെ 2-3 ബുക്ക് ഞാൻ എടുത്തുകൊണ്ട് വന്നായിരുന്നു. ബിക്കോസ് ട്രെയിനിൽ ഇരുന്ന് ബുക്ക് വായിക്കുന്ന കുറച്ച് നാളുകൊണ്ട് ഞാൻ ആലോചിക്കുന്നത്. പക്ഷേ ട്രെയിൻ യാത്ര മാത്രം നടക്കുന്നില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ സെൽഫ് ലവിൻ്റെ ഒരു ബുക്കാണ് ഞാൻ വായിച്ചത്. ഇപ്പം ഇത് ബേസിക്കലി എന്താണെന്ന് വെച്ചാൽ വായിക്കുന്ന മാത്രമല്ല, പ്രാക്ടിക്കലി എഫേർട്സ് ഇട്ട് ചെയ്യാൻ വേണ്ടി ഇഷ്ടമുള്ളവർക്ക് പറ്റുന്ന രീതിയിൽ ബുക്കായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനകത്ത് റിഫ്ലക്റ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഐ തോട്ട് ഓഫ് ചുമ്മാ വായിച്ച് തീർക്കുന്നതിന് പകരം വൈ നോട്ട് റിഫ്ലക്റ്റ് അപ്പോൺ ഇറ്റ്. അപ്പോൾ കുറച്ച് നേരം ആ ക്വസ്റ്റ്യൻസൊക്കെ കുറച്ച് നേരം എഴുതിയും അങ്ങനെ അതൊക്കെ ആൻസർ ചെയ്തു. ഇറ്റ് വാസ് ആക്ച്വലി നൈസ്. സാധാരണ ഞാനിത് ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ ഈ ട്രെയിനിലിടയ്ക്ക് വന്ന ഒരു വേസ്റ്റൊക്കെ പറക്കി അവസാനം ആ ട്രെയിൻ ക്ലീൻ ചെയ്യുന്നുണ്ടായിരുന്നു. ബിക്കോസ് ഞാൻ പോകുന്ന സ്റ്റേഷൻ വാസ് ദ ലാസ്റ്റ് സ്റ്റേഷൻ. ആൻഡ് എത്താറാവാറായി എന്ന് തോന്നിയപ്പം ഞാൻ മുടിയൊക്കെ അരിച്ച്. പക്ഷേ ലുക്ക് അറ്റ് ദാറ്റ് ഗേൾസ്. കുറച്ച് നേരം പിന്നി ചെയ്തിട്ടപ്പോഴത്തേക്ക് കറക്റ്റ് രസമായിട്ട് കിടക്കുമായിരുന്നു. അതേം കുറച്ച് നേരം നോക്കി നിന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെയും എല്ലാം റെഡിയാണോ എന്ന് ചെക്കിങ് ചെയ്യുന്നു. സത്യം പറഞ്ഞുകൊണ്ടല്ലോ ഇത്രയും കാറ്റൊക്കെ കൊണ്ട് ഞാനാണെങ്കിൽ വിൻഡോ ക്ലോസ് ചെയ്തുമില്ലായിരുന്നു. ഇതൊക്കെ കൊണ്ടുവന്നിട്ട് എനിക്ക് മൂക്കടപ്പ് വരുമെന്ന് ഞാൻ ആലോചിച്ചു. പിന്നെ കുറച്ച് നേരം പാട്ടൊക്കെ കേട്ട് ഡാൻസ് ചെയ്തു. എൻ്റെ ഒരു ഫിയർ ആയിരുന്നു പബ്ലിക് ഡാൻസ്. അപ്പോൾ അത് ഞാൻ മാറ്റി. പിന്നെന്താ ആ മിറർ ഉണ്ടായിരുന്നു. മിററിൽ കുറച്ച് നേരം നമ്മൾ നോക്കി. ഇതായിരുന്നു നമ്മുടെ സീറ്റ്. ഇവിടെയായിരുന്നു നമ്മൾ 4.5 മണിക്കൂർ ഇരുന്നത്. ആൻഡ് യെസ് നമ്മൾ 2 ബാഗാണ് ഇപ്രാവശ്യം കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ ട്രിവാൻഡ്രം വന്ന് ഇറങ്ങിയിരിക്കുകയാണ്. ആൻഡ് അവിടെ വന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഞാൻ ഒരു കാര്യം റിയലൈസ് ചെയ്യുന്നു. ഇന്ന് അവിടെ സ്ട്രൈക്കാണ്. യെസ് സോ നമ്മളിവിടെ വന്നു. ഇതിനകത്ത് തന്നെ സാധാരണ ഇച്ചിരി എന്തെങ്കിലും കഴിക്കാൻ കിട്ടുന്ന സാധാരണ റെയിൽവേ സ്റ്റേഷനിൽ. സോ ഞാൻ ഇവിടെ ആദ്യമായിട്ടാണ് കേട്ടോ. സോ അതുകൊണ്ട് എനിക്ക് ഇവിടുത്തെ ഫുഡ് സ്പോട്ടൊന്നും അറിഞ്ഞൂടാ. ഞാൻ ഒരെണ്ണം നോക്കി വെച്ചിട്ടുണ്ട്. ഇപ്പം അത്യാവശ്യം എന്തെങ്കിലും ഹൈജീനിക്കായിട്ട് കഴിക്കണം. കാരണം ഇനി അല്ലെങ്കിൽ അടുത്ത ദിവസം വയ്യാതായി പോയാൽ ശരിയാകത്തില്ല. സോ ഇവിടെ IRTCയുടെ ഫുഡ് കോർട്ട് അടച്ചേക്കാം. പിന്നെ അവിടെ ഒരു ഫുഡ് സ്റ്റോൾ പോലെ കണ്ടു. പക്ഷേ എന്തായാലും ഇച്ചിരി കാര്യമായിട്ട് കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്. നമ്മുടെ കയ്യിൽ ബിസ്ക്കറ്റും പ്രോട്ടീൻ ബാറും ബാഗിലുണ്ട്. വേറെ ഒന്നും നടക്കത്തില്ലെങ്കിൽ നമ്മളത് കഴിക്കും. അത് ബാക്കപ്പാണ്. അത് അടുത്ത 3 ദിവസത്തേക്ക് എപ്പോഴെങ്കിലും വിശന്നാൽ കഴിക്കാൻ വേണ്ടി കൊണ്ടുവന്നാൽ. സോ ലെറ്റ്സ് സീ. സത്യം പറയാലോ നല്ലപോലെ വേർത്ത് കുളിക്കുകയായിരുന്നു. കാരണം നല്ല വെയിലുണ്ടായിരുന്നു. ഉച്ചയ്ക്കാണ് ഞാൻ ട്രിവാൻഡ്രം എത്തിയിരിക്കുന്നത്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ വെയിറ്റിംഗ് ഏരിയ വന്നു. റോബസ്റ്റോ പഴമായിരുന്നു അവിടെ പഴുത്തതുണ്ടായിരുന്നത്. സോ നമ്മൾ അതാ മേടിച്ചത്. ഈ കുറേ നേരം വിശന്നിട്ട് കഴിക്കുമ്പോഴൊരു സുഖമുണ്ടല്ലോ, അത് ഭയങ്കര ഫീൽ തന്നെയാണ്. ഞാൻ 2 പഴവും ഒരു നമ്മുടെ മിനിറ്റ് മെയ്ഡിൻ്റെ ജ്യൂസും പിന്നെ എനിക്ക് തലയിൽ കണ്ടീഷണർ വേണമായിരുന്നു. ഞാൻ കണ്ടീഷണറിൻ്റെ മറ്റേ 5 രൂപയുടെ സാഷയില്ലേ, അപ്പം കണ്ടീഷണറിൻ്റെ അതിന് 2 മേടിച്ചു. നമുക്കിവിടുന്ന് പിക്കപ്പ് വരും. സോ പിക്കപ്പിന് വേണ്ടിയാണ് നമ്മൾ വെയിറ്റ് ചെയ്തത്. ബിക്കോസ് ഇവിടുന്ന് കുറച്ച് കിലോമീറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് വന്ന് ഇറങ്ങിയതേ ഉള്ളൂ. എവിടെയെങ്കിലും വന്നിരുന്നൊന്ന് കഴിച്ച് എന്നിട്ട് നമുക്ക് അടുത്ത തീരുമാനം എടുക്കാം. നമ്മൾ ഈ പറയത്തില്ലേ വിശന്നിരിക്കുമ്പോഴും അല്ലെങ്കിൽ വേറെ കുറേ ഇമോഷനിൽ നിൽക്കുമ്പോഴും തീരുമാനങ്ങൾ എടുക്കാൻ പാടില്ല എന്ന് പറയത്തില്ലേ, അതുപോലെ ഗേസ് നമ്മുടെ വെച്ചാൽ ആദ്യം വിശപ്പ് നമുക്കൊന്ന് ഇച്ചിരി കുറയ്ക്കാം, എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് നോക്കാം. അതാണ് ഗേസ് നമ്മുടെ ഇപ്പോഴത്തെ പരിപാടി.
സത്യം പറയലോ വെയിറ്റിംഗ് റൂം സത്യം പറഞ്ഞൊരു ആശ്വാസം തന്നെയായിരുന്നു. ആൻഡ് ലേഡീസ് വെയിറ്റിംഗ് റൂം ആയതുകൊണ്ട് തന്നെ നമ്മൾ ആക്ച്വലി നല്ല കംഫർട്ടബിൾ ആയിരുന്നു. ആൻഡ് യെസ് അവിടെ വെച്ചിട്ട് നമ്മൾ മുടിയൊക്കെ ഒന്നും കൂടി ചെയ്തി സൺസ്ക്രീനൊക്കെ ഇട്ടു. ആൻഡ് യെസ് നമ്മൾ ഫൈനലി അവിടെ നമ്മുടെ പിക്കപ്പ് വന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ഇതേ വെയിറ്റിംഗ് റൂമിൽ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഇറങ്ങുകയാണ് കേട്ടോ. അങ്ങനെ ബസ് ഐഡൻറ്റിഫൈ ചെയ്ത് നമ്മൾ ബസ്സിൽ കയറി. ആൻഡ് നമ്മുടെ കൂടെ കുറച്ച് പേരും കൂടി വരാനുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ വെയിറ്റ് ചെയ്തു. ആൻഡ് അവരെല്ലാം വന്നപ്പോൾ ഉള്ള കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നെ പുകഴ്ത്തി പറയുന്നു. എന്തോ ആവശ്യമുണ്ട് ഒരു ആവശ്യമില്ല നിന്നെ കൊണ്ട് വിട്ടെ എന്തായാലും പെട്ടെ. ഞാൻ കുട ഉണ്ടായിരുന്നു, പക്ഷെ ബാഗ് വെച്ചെടുത്തിരിക്കുക. എന്നിട്ട് ഞങ്ങൾ ഇവിടെ വന്ന് മരയായോണ്ട് പെട്ട് കിടക്കുക. ഒരു ചെറിയ ട്രെയിൻ യാത്രയിൽ തുടങ്ങി ഇവിടെ വന്ന് ഒരുപാട് പേരെ പുതിയതായിട്ട് പരിചയപ്പെട്ടു, പരിചയം പുതുക്കി, അങ്ങനെയൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് യെസ് നമ്മൾ ഡോമി വന്നു. ഇവിടെ എനിക്കൊന്നു ഒരു 10-15 ആണ് ഒരു റൂമിൽ വരുന്നത്. അപ്പം അങ്ങനെ കുറച്ച് 2-3 ഫ്ലോറും 2 ബ്ലോക്കും ഒക്കെ ഉണ്ട്. സോ അപ്പോൾ ഒരുപാട് പേര് പങ്കെടുക്കുന്ന സ്റ്റുഡൻസ് കോൺഫറൻസ് ആണ്. അപ്പോൾ എന്തായാലും ഹാപ്പി ടു ബി എ പാർട്ട്. ആൻഡ് യെസ് നമുക്ക് ID കാർഡൊക്കെ കിട്ടി. തിരിച്ച് ഓക്കെ ID കാർഡൊക്കെ കിട്ടി. യെസ് ഹാപ്പിയാണ്. പിന്നെ ID കാർഡ് മാത്രമല്ല ബാഗും അതിനകത്ത് ബുക്കും ഒക്കെ ഉണ്ട്. നമുക്ക് വരുന്ന ദിവസങ്ങളിൽ കാണിക്കാം. ഇപ്രാവശ്യത്തെ തീം എന്ന് പറയുന്നത് ജെൻസി ഗ്രൗണ്ടഡ് എക്വിപ്ഡ് നെറ്റ്വർക്ക്ഡ് ഇൻ ക്രൈസ്റ്റ് എന്നുള്ളതാണ്. സോ വണ്ടർഫുൾ തീമാണ്. സോ എക്സൈറ്റഡ് ആണ്. ഫുൾ ടയർഡാണ് കേട്ടോ. പിന്നെ നമ്മൾ ഇങ്ങോട്ട് റൂമിൻ്റെ അങ്ങോട്ട് ലഗേജൊക്കെ എടുത്ത് നടന്നു. നമ്മളെ നനയിക്കാൻ വേണ്ടി ചരിത്രം ആവർത്തിച്ചു. കഴിഞ്ഞ പ്രാവശ്യം കോൺഫറൻസ് എങ്ങനെയായിരുന്നു എനിക്ക്, ഞാൻ നനഞ്ഞാണ് റൂമിലോട്ട് വന്നത്. ഇപ്രാവശ്യം കുട ഉണ്ടായിരുന്നു കയ്യിൽ, പക്ഷെ കുട ഒരിടത്തും ഞാൻ രജിസ്റ്റർ ചെയ്യാൻ പോയടുത്ത് വേറെ ഇടത്തുമായിപ്പോയി. അപ്പോൾ പിന്നെ ഞങ്ങൾ കുട കടം മേടിച്ചൊക്കെയാണ് വന്നത് ഗൈസ്. അപ്പം എന്തായാലും ഇപ്പം കയ്യിൽ കുടയുണ്ട്. കടം മേടിച്ച കുട തിരിച്ചു കൊടുക്കണം. അങ്ങനെയുള്ള ഓരോരോ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോസിൽ കാണാം. Till we meet again, smile more and be.